വിവാദ വിഷയങ്ങളിൽ കണ്ണൂർ CPM-ലുണ്ടായ വ്യത്യസ്ത അഭിപ്രായങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ച കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ. UDF-നെ പ്രതിക്കൂട്ടിലാക്കിയ വിഴിഞ്ഞം വിവാദത്തിന്റെ മുനയൊടിക്കാൻ കണ്ണൂരിൽ നിന്നുള്ള 3 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഇറങ്ങിയത് പാർട്ടിയെ ഞെട്ടിച്ചിരുന്നു. കണ്ണൂരിൽ രൂപം കൊണ്ട പാർട്ടിയിലെ ഈ പ്രതിസന്ധി ചൊവ്വാഴ്ച നടക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം CPM-ൽ വലിയ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലുമുണ്ടായ തോൽവിയാണ് കണ്ണൂർ CPM-നെയും പിടിച്ചുലക്കുന്നതിൽ ഒരു ഘടകം. ഇവിടെ വിമതരായി മത്സരിച്ച് വിജയിച്ച TK ഗോവിന്ദനെയും V കുഞ്ഞികൃഷ്ണനെയും തെറ്റുതിരുത്തിയാൽ പാർട്ടിയിൽ തിരിച്ചെടുക്കുമെന്ന് കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞതോടെ പാർട്ടിയിൽ ഉണ്ടായത് വൻ ഭൂകമ്പം. അതിനു പിന്നാലെ വിഴിഞ്ഞം വിഷയത്തിലും കണ്ണൂർ സഖാക്കൾ പാർട്ടി ലൈനിൽ നിന്നും മാറി മാധ്യമങ്ങളോട് അഭിപ്രായങ്ങൾ പങ്കുവച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, KK ശൈലജ, PK ശ്രീമതി എന്നിവരാണ് വിഴിഞ്ഞം വിവാദം തള്ളിയത്. വിഴിഞ്ഞം ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശനെ സംശയത്തിന്റെ മുൾമുനിൽ നിർത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുന്നോട്ടു പോകുമ്പോഴാണ് ഇടുത്തി പോലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ പ്രതികരണങ്ങൾ വന്നത്. ഒരർത്ഥത്തിൽ പിണറായി ലൈനിനെ പൂർണ്ണമായും തള്ളുകയാണ് ഈ നേതാക്കൾ ചെയ്തത്. ഇത് സമീപകാല പാർട്ടി ചരിത്രത്തിൽ ആദ്യവും. പിണറായി വിജയനെതിരെയും MV ഗോവിന്ദനെതിരെയും വലിയ ചേരി രൂപപ്പെടുന്നു എന്നതിന്റെ സൂചന കൂടിയായി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ ഈ പ്രസ്താവന. കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തിരുത്തി. കണ്ണൂർ പാർട്ടി ആകെ കുഴഞ്ഞുമറഞ്ഞ അവസ്ഥയാണ് നിലവിൽ. ചൊവ്വാഴ്ച CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. ഇതിൽ ഈ വിവാദങ്ങളെല്ലാം ചർച്ചയ്ക്ക് വരും. കണ്ണൂർ പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസം CPM-നെ ചെറുതൊന്നുമല്ല പിടിച്ചുലക്കുന്നത്. അണികളെ ആകെ നിരാശരാക്കി നേതാക്കൾ മുന്നോട്ടു പോകുമ്പോൾ സോഷ്യൽ മീഡിയയിലും പ്രതികരണങ്ങൾ വരുന്നുണ്ട്. MV ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന മുറിവിളിയും അണികളിൽ ശക്തമാണ്. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.